എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തര പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഭാമ വീട്ടിൽ വന്നിട്ട് ചന്ദ്രമതിയുടെ ഒരു സന്തോഷ വാർത്ത പറയുകയാണ്. ഭാമ ഒച്ചത്തിൽ കിടന്ന് ബഹളം വെക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഭാമയെ നീ പതുക്കെ സംസാരിക്കുക, അമ്മ ഇവിടെ ഉണ്ടോയെന്ന് പറയും. ആ അമ്മയും കൂടി കേൾക്കാനുള്ളത് ആ ഒരു സന്തോഷ വാർത്തയെന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒരു അച്ഛനാകാൻ പോകുന്നു പറയും. ശ്രുതി ഗർഭിണിയാണെന്ന് പറയും. ഗർഭിണിയോ? ആ അതെ. അത് നീ എങ്ങനെ അറിഞ്ഞു? നീ അവളെ വീട്ടിൽ വിളിച്ചു വരുത്തി? ഞാൻ അവളെ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. ആ സമയത്താണ് അവളത് പറഞ്ഞത്. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ തന്നെ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അവളോട് സ്നേഹമായിട്ട് പെരുമാറത്തില്ലെന്ന് കരുതിയാണ് അവളത് മിണ്ടാതിരുന്നത്. ഞാൻ അവളെ കാണുന്ന സമയത്ത് അവൾ മീരയും കൂടി ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ഹോസ്പിറ്റലിലോട്ടോ? എന്തിന്? ഡോക്ടറെ കാണാനോ? അല്ല, അവൾ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ. ഉടനെ ശ്രുതി വയ്ക്കും, എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനോ? ശ്രുതിക്ക് എങ്ങനെ കഴിഞ്ഞു അതിന്? അത് അവൾ പറയുന്നത് ആ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അവൾ ഒറ്റയ്ക്ക് വളർത്തേണ്ടായോ, അവളെ ശ്രുതി സ്വീകരിക്കത്തില്ല എന്നൊക്കെയുള്ള സംസാരമാണ് അവൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഇനി ഒറ്റയ്ക്ക് നിർത്തുന്നത് അപകടമാണ് ചന്ദ്ര. അതുകൊണ്ട് തന്നെ അവളെ നിങ്ങൾ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയും. അമ്മേ, നമുക്ക് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാമേ, എൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ശ്രുതി എന്തെങ്കിലും അപകടപ്പെടുത്തുമെന്നൊക്കെ വീട്ടിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയും, എടാ നീയൊന്നും മിണ്ടാതെ നിൽക്കുക, അവളീ പറഞ്ഞിട്ട് കള്ളത്തരമായിരിക്കും, ഇങ്ങോട്ട് തിരിച്ചു കയറാൻ വേണ്ടി അവൾ ഇങ്ങനെ ഓരോരോ നമ്പർ ഇറക്കുന്നത്, അവൾ വാ തുറന്നാൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയും. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അല്ലമ്മേ, ശ്രുതി പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയും. അവളിപ്പം ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് രവി പറയും, ഇതൊരു സന്തോഷമുള്ള വാർത്തയില്ലേ ചന്ദ്രൻ, നമുക്ക് എല്ലാ കാര്യവും അമ്മയോട് പറയാം, പറഞ്ഞതിന് ശേഷം നമുക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും. രവിയേട്ടാ, നിങ്ങൾ വെറുതെ അമ്മയുടെ ഓരോ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട, അമ്മ ഈ കാര്യം പറഞ്ഞാൽ അപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുമെന്ന് പറയും. എന്തായാലും ഞാൻ പോകുക, എന്തായാലും നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ പറയും. അങ്ങനെ ഭാമ അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിക്കങ്ങ് വെപ്രാളമാണ്. അമ്മ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം വെക്കും. ആ സമയത്ത് നീ ഒന്ന് അടങ്ങി നിൽക്കി ശ്രുതി, ഇവള് പറഞ്ഞ സത്യമാണെന്ന് നമുക്കറിയത്തില്ല, സത്യം അറിയാൻ വയ്യാതെ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല. അതല്ല, നീ എൻ്റെ വാക്ക് ധിക്കരിച്ച് അവളെ കൂട്ടിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയും. നിനക്ക് അമ്മ വേണോ ഭാര്യ വേണോ നീ ഇപ്പം തീരുമാനിക്കണമെന്ന് പറയും. ആ സമയത്ത് രവിയെടുത്ത് വന്ന് പറയും, അച്ഛൻ എന്താ അച്ഛൻ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയും. ഈ കാര്യത്തിൽ അച്ഛനൊന്നും പറയാൻ പറ്റത്തില്ല മോനെ, ഞാൻ എന്നെക്കൊണ്ട് പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ അവളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് രവി അങ്ങ് വിഷമിക്കുകയാണ്. അതിനുശേഷം അച്ഛമ്മ വർഷയുടെ റൂമിൽ വന്നിരുന്ന് വർഷയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മോളെ, ഈ സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കുറച്ച് മാസങ്ങൾ വളരെയധികം ശ്രദ്ധ വേണം, അധികം ടെൻഷനൊന്നും അടിക്കരുത്, ജോലിക്കൊന്നും ഇപ്പോൾ പോവണ്ട, കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വിശ്രമം വേണം, ഉറക്കം നല്ല വൃത്തിയായിട്ട് ഉറങ്ങണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. മോൾക്ക് പേടിയുണ്ടോ? ആ എന്താ, പേടിയുണ്ടെന്നോ ഇല്ലെന്നോ? പേടിയൊന്നും ഇല്ല. ആ പിന്നെ വേദന ഉണ്ടോയെന്ന് മോൾക്ക് പേടിയുണ്ടോയെന്ന് ചോദിക്കും. വേദന കാണുമോ അച്ഛമ്മേ? പിന്നെ നല്ല വേദനയായിരിക്കും, പ്രസവ വേദന എന്ന് പറയുന്നത് അതൊരു വേദന തന്നെ, അത് നമ്മൾ എത്ര പറഞ്ഞാലും അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിനെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് പറയും, വാ അച്ഛമ്മേ നമുക്ക് ആഹാരം കഴിക്കാം, അതൊക്കെ ഞാൻ പിന്നെ ഞാൻ മോളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ രവീന്ദ്രനെ ഗർഭിണിയായ സമയത്ത് പ്രസവിച്ച കഥകളൊക്കെ ഞാൻ നെല്ലുകുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് പ്രസവവേദന വന്നത്. അപ്പോൾ 10 മാസം വരെ അമ്മ എന്നെ കൊണ്ട് നെല്ല് കുത്തിക്കുമായിരുന്നു. ശരീരം നല്ലോണം അനങ്ങി ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നല്ല സുഖപ്രസവം നടന്നതൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ വർഷ ചോദിക്കും, അപ്പോൾ നെല്ല് കുത്തിയ വേദനിക്കത്തില്ലേ? വേദനിക്കും, എന്നാലും സുഖപ്രസവമായിരിക്കും എന്നൊക്കെ വർഷയെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി വന്ന് ഫുഡ് കഴിക്കാൻ അച്ഛമ്മയെ വിളിക്കുമ്പോൾ അച്ഛമ്മ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചിൻ രേവതിയെടുത്തും പറയുന്നുണ്ട്, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അച്ഛമ്മ മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണമെന്നുള്ളത് അച്ഛമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം അവിടെ വന്നിക്ക്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയി കുറച്ച് ദിവസം തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അച്ഛമ്മ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്ത അച്ഛമ്മയോട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നൊക്കെ പറയും. ആ സമയത്ത് സച്ചിൻ രേവതിയും പറയും, അച്ഛമ്മ ഞങ്ങൾ ഇവിടെ നിന്നല്ലേ ജോലിക്ക് പോകുന്നത്, ജോലിക്ക് പോകാതിരുന്നതിന് എങ്ങനെയാണ്, പിന്നെ എന്നും ഒന്നും ജോലിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ, നിങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പറയാം അച്ഛമ്മ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതിക്ക് നല്ല ടെൻഷനാണ്. വീട്ടിൽ പോയി പെട്ടെന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരണം, വീരയുടെ വീട്ടിൽ ചെന്നാൽ അവിടെ ശ്രുതി കാണുമെന്ന് ശ്രുതിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രുതിക്ക് പോയി വിളിക്കാനും പറ്റത്തില്ല, വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ മീരയും ശ്രുതിയും കൂടി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മീര പറയും, അല്ല നീ ഗർഭിണിയാണെന്ന് ഭാമേൻ്റെ ചെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് ഒരു പ്രതികരണമില്ലല്ലോ, നിന്നെ ശ്രുതി വിളിച്ചായിരുന്നു? ഇല്ല, വിളിച്ചിട്ടില്ല. ഇനി ആൻറ്റി പറഞ്ഞു കാണത്തില്ലേ? പറഞ്ഞൊക്കെ കാണും, അവർ വിശ്വസിച്ച് കാണത്തില്ലെന്ന് പറയും. അത് ശരിയാണ്, നീ വാതുറന്നാൽ കള്ളം മാത്രമല്ലേ പറയും, അതുകൊണ്ട് നിൻ്റെ ആൻറ്റി വിശ്വസിച്ച് കാണത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് മീര ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് ശ്രുതി. അല്ല, ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ,
ഒരു കാര്യം ചെയ്യാം, നാളെ രേവതിയുടെ അനിയത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ അവൾ നമ്മൾ ചോദിക്കുമല്ലോ എന്തിനാണ് വന്നതെന്നുള്ളത്. അപ്പം ഞാൻ പറയാം ഒരു ഗൈനക്കോളജിനെ ഒന്ന് കാണാനാണ്, പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അവൾ എന്തായാലും അവളെ ചേച്ചിയെടുത്ത് പറയാം. അപ്പോൾ അവർ വിശ്വസിക്കുമെന്ന് പറയും. ആ ഒരു വഴി കൂടി ശ്രമിച്ച് നോക്കാം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് വരികയാണ്. ശ്രുതി വിളിച്ചോ എന്ന് ചോദിക്കും ചന്ദ്രയെടുത്ത്. ഇല്ല, വിളിച്ചില്ലേ, അല്ല ഇന്നലെ വിളിച്ചിരുന്നു, ഇന്ന് വിളിച്ചില്ലെന്ന് പറയും. അവളെന്ത് പരിപാടിയായി കാണിക്കുന്നത്, ഇത്രയും നല്ലൊരു വിശേഷം വീട്ടിലുണ്ടായിട്ട് അവൾക്ക് ഇങ്ങനെ വന്നുകൂടായി, അത് അർജൻറ്റ് എന്തോ വർക്കുള്ളതുകൊണ്ടാണെന്ന് പറയും. പിന്നെ ഒരു വർക്ക്, ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് വല്ല നാട്ടിലും പോയി കിടക്കുന്നത്. അല്ല ശ്രുതി എന്ത് ചെയ്യും, ശ്രുതി റൂമിലാണെന്ന് പറയും. അവരെന്തിനാ എപ്പോഴും റൂമിൽ ഇങ്ങനെ വാതിലടച്ചിരിക്കുന്നത്, പുറത്തോട്ട് വരാൻ പറയും. അങ്ങനെ ശ്രുതിയെന്ന് വിളിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് എന്താ മോനെ, എന്തിനാ നീ എപ്പോഴും ഇങ്ങനെ റൂം അടച്ചിട്ട് മുറി ഇരിക്കുന്നത്, ശ്രുതി നിന്നെ വിളിച്ചാണെന്ന് ചോദിക്കും. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ലെന്ന് പറയും. അപ്പോൾ ശ്രുതി മനസ്സിലാലോചിക്കും, അച്ഛമ്മയോട് സത്യമെല്ലാം തുറന്ന് പറഞ്ഞാലോ എന്ന് പറയും. ആ ശ്രുതിയുടെ മുഖഭാവമൊക്കെ കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതി ശ്രുതിയെ ഇങ്ങനെ തുറച്ച് നോക്കുന്നതുകൊണ്ട് ഇനി എല്ലാ സത്യങ്ങളും ശ്രുതി പറയുമോ, പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയുടെ വക ചന്ദ്രമതിക്കായിരിക്കും വഴക്ക് മുഴുവൻ കിട്ടുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെ വീട്ടിലോട് വിളിച്ചു വരുത്തും. എല്ലാ പിണക്കങ്ങളും മറന്ന് ഒന്നും കൂടി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ടെൻഷനാണ് ചന്ദ്രമതി. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.